എങ്ങനെയാണ് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കേണ്ടത്? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു വചനമാണല്ലേ. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം അതിൻ്റെ 13 വാക്യം ഈശോ പറയാണ്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. നമുക്കറിയാം, ജീവൻ ഒന്നേ ഉള്ളൂ. അതൊരാൾക്ക് വേണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ വേറെ ജീവനില്ല. കൊടുത്താൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത രണ്ട് വിലപ്പെട്ട സാധനങ്ങളാണ്, ഒന്ന് ജീവൻ, മറ്റൊന്ന് സമയം. ഈ വചനം മറ്റൊരു ആംഗിളിൽ നിന്ന് നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, എന്താണ് ജീവൻ? ഒരു ലിവിങ് ക്രിയേച്ചർ അഥവാ ജീവനുള്ള ഒരു വ്യക്തി, ഒരു ജീവി ജീവിച്ചിരിക്കുന്നതിൻ്റെ ടൈം പീരീഡാണ് അതിൻ്റെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ലൈഫ് ജീവൻ എന്ന് പറയുന്നത്. അനുദിന ജീവിതത്തിലൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എസ്പെഷ്യലി ബാറ്ററി ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ നോക്കുക അതിൻ്റെ ബാറ്ററി ലൈഫ് എത്രയാണെന്നാണ്. ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ ബാറ്ററി ജീവിച്ചിരിക്കുന്നതിൻ്റെ ടൈം പീരീഡാണ്, സമയമാണ്. അപ്പോൾ ഈ ഒരു ആംഗിളിൽ നിന്ന് ഈ വചനം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഈശോ പറയുന്നത് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അഥവാ സമയം കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നുകൂടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഏറ്റവും വലിയ സ്നേഹിതൻ ആരാണ്? ഈശോയാണ്. മത്തായി 22, 37, 38, 39 എല്ലാറ്റിനുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക, അതോടൊപ്പം സഹോദരരെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ടതും. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സ്നേഹിതൻ എന്ന് പറയുന്നത് ഈശോയാണ്. അപ്പോൾ ആ ഈശോയുടെ മുമ്പിൽ ഇരിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ, ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സമയമില്ലെങ്കിൽ, മറ്റൊരാളുടെ അടുത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് സമയം കൊടുക്കാനായിട്ട് പറ്റില്ല. അതാണ് ഈശോ പറയുന്നത്, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക്, നമ്മുടെ ജോലികൾക്ക്, നമ്മുടെ പഠനങ്ങൾക്ക്, നമ്മോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്കെല്ലാം വേണ്ടി നമ്മൾ സമയം കൊടുക്കേണ്ടി വരും. അത് കൊടുക്കണം, അത് ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ ജീവൻ്റെ നാഥനായ ഈശോയ്ക്ക് നമ്മുടെ ജീവൻ, നമ്മുടെ സമയം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? അത് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം പതുക്കെ സെൽഫിഷായിട്ട് മാറും. നമ്മൾ ഈശോയുടെ മുമ്പിൽ സ്ഥിരതയോടുകൂടി എല്ലാ ദിവസവും, അതായത് വിശുദ്ധ കുർബാന കൂടാതെ, അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന കൂടാതെ, അതെല്ലാം വേണം. അതിൻ്റെ ഒപ്പം എക്സ്ട്രാ ആയിട്ട് വ്യക്തിപരമായി 1 മണിക്കൂറെങ്കിലും ഈശോയുടെ സന്നിധിയിലായിട്ട് നമുക്ക് ഉണർന്നിരിക്കാൻ, പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ നമ്മൾ നോക്കണം. അതാണ് ഈശോ ചോദിക്കുന്നത്. എന്നോട് കൂടെ 1 മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ഈശോയുടെ വലിയൊരു ആഗ്രഹമാണ്. ഈശോ പറയുന്നതാണ് നമ്മളോട് 1 മണിക്കൂറെങ്കിലും ഈശോയുടെ സന്നിധിയിൽ ചെലവഴിക്കാനായിട്ട്. റോമാലേഖനം 12 അധ്യായം അതിൻ്റെ 12 വാക്യം ഇപ്രകാരമാണ് വചനം പറയുന്നത്, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. ഈശോയോടുള്ള സ്നേഹത്തിൽ നമ്മൾ 1 മണിക്കൂർ വ്യക്തിപരമായി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, വചനം വായിക്കുന്നതും വ്യക്തിപരമായി ഈശോയോട് സംസാരിക്കുന്നതും കൊന്ത ചൊല്ലുന്നതും എന്ത് വേണമെങ്കിൽ ആവാം, ഏത് തരത്തിൽ വേണമെങ്കിൽ ആവാം, ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പക്ഷേ ഈശോയുടെ സന്നിധിയിൽ 1 മണിക്കൂറെങ്കിലും ഈശോയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അങ്ങനെ ഈശോയുടെ സന്നിധിയിൽ ഈശോയ്ക്ക് സമയം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഒപ്പമായിരിക്കുന്നവർക്ക് ആത്മാർത്ഥമായിട്ട് സമയം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ മറ്റേത് കൊടുക്കാനായിട്ട് എന്താ പറയുക, നമുക്ക് ആത്മാർത്ഥതയോട് കൊടുക്കാൻ നമുക്ക് ചെലവഴിക്കാനായിട്ട് സാധിക്കില്ല. അതാണ് മത്തായി സുവിശേഷം 12 അധ്യായം 30 വാക്യത്തിൽ വചനം പറയുന്നത്, എന്നോട് കൂടെ ഇല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കാൻ, സമയം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇങ്ങനെ നമ്മൾ പോകാൻ തുടങ്ങിയാലും പിന്നെ നമ്മളെ അടുത്തുന്ന ഒരു ചിന്തയാണ്, അതായത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, നമുക്ക് ഒരുപാട് സഹനങ്ങളുണ്ടല്ലോ, ഒരുപാട് എന്താ പറയുക വേദനകളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക? അതാണ് ഈശോ നല്ല സമരിയക്കാരൻ്റെ ഉപമയിൽ പ്രകാരം പറയുന്നത്. ആ സമരിയക്കാരൻ യാത്രാമധ്യേ അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി അവനെ സത്രത്തിലാക്കി പരിചരിച്ചു എന്നുള്ളത്. അവനും ഒരു യാത്രയിലാണ്, അവനും ഒരു ഇൻറ്റൻഷൻസ് ഉണ്ട്, ജീവിത ലക്ഷ്യമുണ്ട്. അപ്പം നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് നമ്മൾ പോകണം, അതിന് തന്നെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ശരിയാണ്. പക്ഷേ അതോടൊപ്പം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി അധ്വാനിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ അനുഗ്രഹീതരായിക്കൊണ്ട് മുന്നോട്ട് പോകാനും ഈശോ നമ്മളെ സഹായിക്കും. ഇനി സമരിയക്കാരൻ പോട്ടെ, ഈശോയുടെ കാര്യം തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഈശോ രാത്രികളിൽ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് സമയം ചെലവഴിച്ചിരുന്നു. ലൂക്കാസ് സുവിശേഷം 22 അധ്യായം അതിൻ്റെ 39 വാക്യം നോക്കിയാൽ നമുക്ക് കാണാം, അവൻ പതിവ് പോലെ ഗത്സമനിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി എന്നാണ് പറയുന്നത്. അതായത് പീഡാസഹനത്തിനും കുരിശുമരണത്തിനും മുമ്പും ആയിട്ട് മാത്രമല്ല ഈശോ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്, ഈശോ പതിവനുസരിച്ചാണ് പോയത്. അതുകൊണ്ട് ഈശോയ്ക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായി, പിതാവിനോട് പറയാനും എന്താ പറയുക, പിതാവിൻ്റെ ആ ഉത്തരം കേൾക്കാനും എല്ലാമായിട്ട്. അപ്പോൾ അതുപോലെ ഈശോ പിതാവായ ദൈവത്തിനോടുള്ള ബന്ധത്തിൽ പോയിക്കൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിച്ചിരുന്നത്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഈശോ പ്രാർത്ഥിച്ചിരുന്നു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് ഈശോ പ്രാർത്ഥിച്ചിരുന്നു, ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് ഈശോ പ്രാർത്ഥിച്ചിരുന്നു. നമുക്കറിയാം, സമരിയക്കാരി സ്ത്രീയുടെ അടുത്ത് അവളോട് ഒരുപാട് സമയം സംസാരിച്ചുകൊണ്ട് അവളെ കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ്
കിലോമീറ്ററുകളോളം നടന്നുകൊണ്ട് സിക്കാർ എന്ന പട്ടണത്തിൽ യാക്കോബിൻ്റെ കിണറ്റിൻ്റെ കരയിൽ നട്ടുച്ച സമയത്ത് മണിക്കൂറുകളോളം അവളെ കാത്തിരുന്നപ്പോൾ ഈശോ ബോറടിച്ച് വെയിലും നോക്കി കാലാട്ടിയിരിക്കുകയായിരുന്നു നിങ്ങൾ വിചാരിക്കരുത്. എഫെസോസ് ലേഖനം 6:18 1 തെസ്സലോനിക്ക 5:16, 17, 18 തിരുവചനങ്ങളിൽ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്ന അതേ കർത്താവ് എന്തുമാത്രം ആ സമയമൊക്കെയും അവൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളും അതുപോലെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനായിട്ട് പരിശ്രമിക്കണം. അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ സഹായിക്കാനായിട്ട് അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അത് കൂടുതൽ രക്ഷാകരമായി തീരാനായിട്ട് തുടങ്ങും. അത് കൂടുതൽ മറ്റുള്ളവരെ ഈശോയിലേക്ക് നയിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി സ്ഥിരതയോടെ സമയം ചെലവഴിച്ചുകൊണ്ട് അതോടൊപ്പം സ്നേഹിതർക്ക് വേണ്ടി നമ്മുടെ സമയം കൊടുത്തുകൊണ്ട് നമുക്ക് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപ ഈശോ നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധമായിട്ട് നൽകട്ടെ. എന്നാൽ ലിറ്ററലി ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റനേകം വ്യക്തികൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ, ജീവൻ കൊടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോ തരാം. അത്തരം സന്ദർഭങ്ങളിൽ വേറൊന്നും നോക്കണ്ട. ഈശോയെ പോലെ, അപ്പസ്തോലന്മാരെ പോലെ, സ്തേഫാനോസിനെ പോലെ, വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ, വിശുദ്ധ മാക്സിമിലിയൻ കോൾബയെ പോലെ ദൈവസ്നേഹത്തെ പ്രതി അതങ്ങ് കൊടുത്തേക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ.